ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. ഞാനിന്നോട് ഒരു കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിൽ കസ്റ്റർഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കുക്കീസാണിത്. അപ്പോൾ ഓവൻ ഇല്ലാതെയും നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. കസ്റ്റർഡ് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും പിന്നീട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ബൗളിൽ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ വിസ്കോണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ക്രീമി ആയിട്ട് വരണം, കണ്ടില്ലേ? അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപേ ഒരു 5 മിനിറ്റ് മുൻപേ മുട്ടയാണെങ്കിലും ബട്ടറാണെങ്കിലും ഒന്ന് പുറത്ത് വെച്ചാൽ മതി. ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മുട്ടയൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ അതിൻ്റേത് മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ്, ഒരു 5-6 ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയും മൈദ എടുക്കുന്ന അതിൻ്റെ പകുതി കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു നനവിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് വേറെ വെള്ളമോ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു നനവിൽ തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. ഈ ഒരു പരുവായിട്ട് എടുക്കണം. നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം, പിന്നെ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് പിന്നെ കുക്കീസിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി അപ്പോൾ കയ്യിൽ ഉരുളകളാക്കിയിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് കുക്കീസിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഓവനിലല്ല ചെയ്തെടുക്കുന്നത്, ഞാനൊരു ചെമ്പിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ബട്ടർ തടവിയിട്ട് ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ പറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെ കുക്കീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഭംഗിക്കായിട്ട് ഓരോ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബദാമിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുക. അതുപോലെ ജാമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാവും. അപ്പോൾ ഞാനിതാ ബദാം വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു മാവിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 15 എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു ചെമ്പിൽ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു സ്റ്റാൻഡും വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്തു ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് ഒന്നൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ അതെടുത്തപ്പോൾ നമ്മളെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വലിയ കുക്കീസാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെറുതോ വലുതോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമുക്കൊന്ന് കഴിക്കാൻ. അപ്പോഴാണ് അത് കുക്കീസിൻ്റെ ഒരു ടെക്സ്ചറായിട്ട് വരുള്ളൂ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുക്കീസാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.